നമസ്കാരം. അരവയർ നിറയാ പെണ്ണിന് മുഴുവയർ നൽകുന്ന മർത്യന് സ്തുതി പാടുക നാം എന്ന ആധുനിക കവി അയ്യപ്പപ്പണിക്കര് പാടിയിട്ടുണ്ട്. മുഴുവയറിൻ്റെ ഭാരം താങ്ങാനാകാതെ അടിനാഭി തപ്പിപ്പിടിച്ച് നടക്കേണ്ട അവസ്ഥയിലായി കേരളത്തിലെ കോൺഗ്രസ്. പ്രണയിക്കുന്ന സകല പെണ്ണുങ്ങൾക്കും മുഴുവയർ നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കഥകൾ കേട്ട് ലോകമാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണിപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്വഭാവദൂഷ്യം കാരണം കേരളത്തിലെ കോൺഗ്രസ് നാറി നാണം കെടുമെന്നും തെരഞ്ഞെടുപ്പിൽ കൂഞ്ഞു വലിക്കുമെന്നുമാണ് കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. എങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ കോൺഗ്രസെ, വിഭാണ്ഡക മഹർഷി മകനെ വളർത്തിയത് എങ്ങനെയായിരുന്നു? പെണ്ണിനെ കാണിക്കാതെ അവരുടെ സ്പർശമേൽക്കാതെയാണ് ഋഷ്യശൃംഖനെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നത്. ഇതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിന് വല്ല മെച്ചവും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും പെണ്ണുങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകുകയോ ഗർഭസത്യാഗ്രഹം കിടക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും കോൺഗ്രസ് ദേശീയ തലത്തിൽ ഗുണം പിടിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. അമ്മയും മോനും കൂടി ഇ ഡി ഓഫീസ് കയറി ഇറങ്ങുകയാണ് കോടികളുടെ നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ. അതും പാർട്ടിക്ക് അപമാനമുണ്ടാക്കേണ്ടതല്ലേ? നെയ്ക്കുടം മുടഞ്ഞാൽ നായയ്ക്ക് വിരുന്ന് എന്ന് പറയും പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മൺകുടം പോലെ വീണ് പൊട്ടിയതോടെ നാവ് നീട്ടി നക്കാനിറങ്ങിയിരിക്കുകയാണ് മുതുക്കൻ കോൺഗ്രസ് മുതൽ ഊത്ത് കോൺഗ്രസ് വരെ. കോൺഗ്രസ് എന്ന് വിളിപ്പിച്ച ജനത്തെ കൊണ്ട് കണ്ടാംഗ്രസുകളെ എന്ന് നിങ്ങൾ വിളിപ്പിക്കരുത്. ഇതുപോലെ ഒരു പാർട്ടി ലോകത്തുണ്ടോ? ഇതിവിടെ ഗുണം പിടിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ അടിതെറ്റിയ പാർട്ടി അമ്പലക്കള്ളന്മാരെ കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനിറങ്ങുമ്പോഴാണ് ഓരോ ദിവസവും പുതിയ പുതിയ ഗർഭക്കഥകൾ വേലിചാടി വരുന്നത്. പിള്ളയെ ഓങ്ങി തള്ളയെ തല്ലുന്ന പരിപാടിയാണ് CPM ചെയ്യുന്നതെന്നും രാഹുലിനെ ഓങ്ങുന്ന ഓരോ അടിയും ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും അറിയാത്തവരാണോ കോൺഗ്രസ്സുകാർ? ഇതോടെ ഒരു സംശയം ഉയരുകയാണ്. കോൺഗ്രസിൽ നല്ലതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനസ്വാധീനമുള്ള ചെറുപ്പക്കാരെ കുരുതി കൊടുക്കുന്നത് ഈ കോൺഗ്രസിലെ തന്നെ കടൽ കിഴവന്മാർ തന്നെയാണോ എന്ന് സംശയിക്കണം. കെ മുരളീധരനും സുധീരനും ഉണ്ണിത്താനും എന്ന് വേണ്ട, പാളയിൽ കിടക്കുന്നതും മുട്ടിലിഴയുന്നതും എല്ലാം മലർന്നു കിടന്ന് തൂപ്പുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി തീരുമാനങ്ങളെ വെല്ലുവിളിച്ച് ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ നിന്ന് ഗീർവാണമടിക്കാനുള്ള ധൈര്യം ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പാർട്ടി മുടിഞ്ഞ് കുത്തുവാളയെടുത്താലും ഞങ്ങൾക്കൊന്നുമില്ല, മറ്റവൻ്റെ മുതുകത്ത് ചവിട്ടുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതാണിപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർ അനുഭവിക്കുന്നത്. ഈ വിഷയത്തിൽ പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ പരസ്യ പ്രസ്താവനകൾക്ക് ആരും മുതിരരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഈ KPCCയിൽ? സൂര്യനെല്ലിക്കേസിൽ പ്രതിയായി ഉടുമുണ്ടും മാനവും നഷ്ടമായ കാലത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ PJ കുര്യനെ തള്ളിപ്പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ PJ കുര്യൻ കേസിൻ്റെ അന്തിമ വിധി വരും വരെ നമ്പർ 10 ജനപദിൻ്റെ 7 അയലത്ത് കടക്കരുതെന്ന് സോണിയാജി പറഞ്ഞിരുന്നു. കയറഴിഞ്ഞ് നടക്കുന്ന ഈ കോൺഗ്രസിനെ കുറ്റിയടിച്ച് കെട്ടാൻ കഴകത്തുള്ള ഏത് നേതാവാണ് ഇവിടെയുള്ളത്? ഒരു ഹൈക്കമാൻഡ് ഉണ്ട്. അതിൻ്റെ കോളാമ്പി ചുമ്മിയായി കേരളത്തിൽ അവതരിച്ച KC വേണുഗോപാലൻ്റെ ഭാര്യ വരെ പാർട്ടിക്കാര്യത്തിൽ അഭിപ്രായം പറയും. രാഹുലിനെ കൊണ്ട് നാണം കെട്ടുവെന്ന് ആദ്യം പ്രതികരിച്ചത് അവരാണ്. അങ്ങനെ തോന്നിവാസം കാണിക്കുന്ന ചെറ്റകളുടെ മുഖത്തിന് നേരെ ഇവരുടെ ഒന്നും കൈകൾ പൊന്താത്തത് എന്തുകൊണ്ടാണ്? അല്ലയോ ഗോപാലപത്നി, സരിത നൽകിയ പരാതിയിൽ KC വേണുഗോപാലും ബലാത്സംഗം ചെയ്തുവെന്ന് പറഞ്ഞിരുന്നു. അത് വെച്ചാണ് പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചത്. അന്ന് ഭവതി ഭർത്താവിനെ ഓർത്ത് കരഞ്ഞോ അതോ സരിതയ്ക്ക് നീതി കിട്ടാൻ തപസ്സനുഷ്ഠിച്ചോ? പെണ്ണുകേസിൽപ്പെട്ട ഉണ്ണിത്താൻ ഭാര്യയെ ഇറക്കി പ്രതിരോധിച്ചു. വിരൽത്തുമ്പ് കൊണ്ടുപോലും പരിശുദ്ധനായ K മുരളീധരൻ സാറ് മുമ്പ് പറഞ്ഞത് KPCC ഓഫീസിൽ അടച്ചിട്ട മുറിയിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് എന്നാണ്. പാവം ആ സുധീരൻ തർമിഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് വയ്ക്കാം. രാഹുൽ വിഷയം ഇത്രയേറെ വഷളാക്കിയത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. എങ്കിൽ പിന്നെ മിടുക്കന്മാരായിരുന്നെങ്കിൽ നിങ്ങൾ അവനെ കൊണ്ട് രാജിവെപ്പിക്കണമായിരുന്നു. അത് ചോദിച്ചാൽ പറയും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന്. കാരണം CPM അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയിട്ടില്ല. എങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങളിലും അവർ പിന്തുടരുന്ന ആ കീഴ്വഴക്കം അനുഷ്ഠിച്ചാൽ പോരെ? കോടതി വിധി പറയട്ടെ, അപ്പോൾ തീരുമാനിക്കാം. ഏതെങ്കിലും ഒരാളൊരു പീഡന പരാതി കൊടുത്താൽ വാലേ വാലേ പരാതിക്കാരുടെ ബഹളമാണ്. എന്നെ തോണ്ടി മാന്തി, കൂടെ കിടക്കാൻ വിളിച്ചു, ഗർഭമുണ്ടാക്കി, മോശമായി പെരുമാറി. ഇങ്ങനെ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും സ്ത്രീകൾ വരെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഗൗനിച്ചില്ലത്രേ. സ്വന്തം മാനത്തിന് വില പറയുന്നവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് വിരൽ ചൂണ്ടി താക്കീത് ചെയ്യാൻ കഴകത്തില്ലാത്ത നീയൊക്കെ
എന്തിനാണ് ഇങ്ങനെ പാർട്ടി പ്രവർത്തനത്തിന് നടക്കുന്നത്? CPM അടിമകളെപ്പോലെ കഴിഞ്ഞുകൊള്ളണം. അവർ വെച്ച് നീട്ടുന്നത് വാങ്ങി മിണ്ടാതിരുന്നു കൊള്ളണം. പാർട്ടിക്കുമേൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഉയർന്നുകൂടാ. 4 ചൊല്ലിനേക്കാൾ നല്ലതാണ് ഒരു തല്ല് എന്ന് ഈ കേരളത്തിലെ പെണ്ണുങ്ങൾ തിരിച്ചറിയാത്ത കാലത്തോളം നിങ്ങളൊക്കെ സ്വന്തം മാനം ചാനലുകളിൽ വന്നിരുന്ന് കരഞ്ഞു തീർക്കേണ്ടി വരും. ആരെങ്കിലും എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ സന്ദേശം KPCCക്ക് അയച്ചു കൊടുത്താൽ അത് പോലീസിന് കൈമാറുന്ന പോസ്റ്റ്മാൻ്റെ പണിയാണോ നിങ്ങളുടേത്? പരാതിക്കാർ നേരിട്ട് പോയി പോലീസിൽ പരാതി കൊടുക്കൂ എന്നല്ലേ പറയേണ്ടത്? കേരളത്തിലെ സ്ത്രീകളുടെ മുഴുവൻ മാനാഭിമാനങ്ങളുടെയും കസ്റ്റോഡിയൻസ് നിങ്ങൾ രാഷ്ട്രീയക്കാരാണോ? സസ്പെൻഷനിൽ കഴിയുന്ന ഒരുത്തനെതിരെയുള്ള പരാതി സ്വീകരിക്കാൻ സണ്ണി ജോസഫിന് എന്താണ് അധികാരം? അറുവഷളനായ ഒരുത്തനെ പുറത്താക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാൻ പാർട്ടിക്ക് അവകാശമുണ്ട്. അക്കാര്യം ചർച്ച ചെയ്യുന്നതിനാണല്ലോ KPCC ഒരു കെട്ടിടം പണിഞ്ഞിട്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിയെ മലർന്നു കിടന്ന് തുപ്പുന്ന മ്ലേച്ഛന്മാരുടെ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്. ഷാഫി പറമ്പലിനെ ഒതുക്കുക എന്നതാണ് ഇനി CPMൻ്റെ ലക്ഷ്യം. അല്ല കോൺഗ്രസേ, ഒരു സംശയം. ഈ പിണറായി വിജയനാണോ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും നിയമിച്ചിരിക്കുന്നത്? രാഹുലിനെ CPM വേട്ടയാടുന്നതിൻ്റെ കാരണങ്ങൾ അവരുടെ തന്നെ സൈബർ ഹാൻഡിലുകൾ അക്കമിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നീ വിളിച്ചത് എടാ വിജയ എന്ന്, നീ വിളിച്ചത് ഗോവിന്ദ എന്ന്, നീ വിളിച്ചത് ജയരാജ എന്ന്, നീ കളിയാക്കിയത് മരുമോനെ എന്ന്, കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ നീ പറഞ്ഞത് ചത്തു എന്ന്, നീ അപമാനിച്ചത് ഞങ്ങളുടെ പൊതിച്ചോറിനെ, നീ അഴിക്കുള്ളിൽ പോകുന്ന ദിവസം ഞങ്ങൾ ആഘോഷിക്കും, ഒരു 10,000-ൻ്റെ പടക്കം ഞങ്ങൾ വാങ്ങി പൊട്ടിക്കും. വിജയനെ വിജയ എന്നല്ലാതെ മാനവിക്രമ എന്ന് വിളിക്കാൻ പറ്റുമോ സഖാക്കളെ? ഗോവിന്ദനെ ഗോവിന്ദ എന്നല്ലാതെ പരമശിവൻ എന്ന് വിളിക്കണോ? TP കേസിലെ പ്രതി ചത്തപ്പോൾ ഇഹലോകവാസം വെടിഞ്ഞെന്നോ വിഷ്ണുപദം പൂകിയെന്നോ പറയണമായിരുന്നു. മരുമോനെ മരുമോനെന്നല്ലാതെ പിണറായി വിജയനെ മച്ചൂടനെന്ന് വിളിക്കാൻ പറ്റുമോ? ചുരുക്കത്തിൽ സഖാക്കളോടുള്ള ബഹുമാനക്കുറവാണ് രാഹുലിനെതിരെ സൈബർ ചാവേറുകൾ ആരോപിക്കുന്ന പകയ്ക്ക് അടിസ്ഥാനം. രാഹുൽ പിടിയിലാകുന്ന ദിവസം 10,000 രൂപയുടെ പടക്കമാണ് അവർ പൊട്ടിക്കുക. നിങ്ങൾ ബോംബ് പൊട്ടിക്കണം, അല്ലെങ്കിൽ മിസൈൽ അയക്കണം. അതിനുള്ള കാശ് KPCC തരും. നോക്കണേ, സ്വന്തം പിതാവിനെ നാറുന്ന തെറിയുടെ ഓടയിലിട്ട് വലിച്ച് ബലാത്സംഗ കേസിൽപ്പെടുത്തിയ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയ ചാണ്ടി ഉമ്മനോട് ആർക്കെങ്കിലും വല്ല ശത്രുതയുമുണ്ടോ? പിണറായി വിജയൻ വിളിക്കുമ്പോഴൊക്കെ ഓടിച്ചെന്ന് പന്തിഭോജനം നടത്തി ഇല വടിച്ചു നക്കുന്ന VD സതീശന് ഈ കളിയിൽ വല്ല നഷ്ടവുമുണ്ടായോ? മാസപ്പടിയിൽ PVക്കൊപ്പം സ്ഥാനം നേടിയ RC എന്ന രമേശ് ചെന്നിത്തലയോട് CPMൽ ആർക്കെങ്കിലും പകയുണ്ടോ? ഭാര്യ പിണറായി സ്തുതിയിൽ വിഴിഞ്ഞത്തിരുന്ന് ആകാശഗംഗയെപ്പോലെ പൊട്ടിച്ചിരിക്കുമ്പോൾ ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ആർക്കെങ്കിലും ഈ ദമ്പതികളോട് വല്ല പകയുമുണ്ടോ? രാത്രി ഭാരത് ജോഡോ യാത്രയ്ക്കിറങ്ങിയ രാജ്മോഹൻ ഉണ്ണിത്താനെ CPMകാർ വേട്ടയാടി പിടിച്ചു. പക്ഷേ ഇന്ന് ഉണ്ണിത്താൻ CPMന് വേണ്ടപ്പെട്ടയാളാണ്, സത്യസന്ധനാണ്. ഇങ്ങനെ വേണം കോൺഗ്രസ്സുകാരെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും ഇംഗ്ലീഷിൽ തെറി പറഞ്ഞ് മോദി സ്തുതിയുമായി നടക്കുന്ന തരൂരും ഒരു കോൺഗ്രസ്സാണ്. പാർട്ടിയെ ചതിച്ചവനെന്ന് ആരെങ്കിലും അങ്ങേരെ വിളിക്കുന്നുണ്ടോ? ഏത് പാർട്ടിക്ക് വേണ്ടിയായാലും ചത്തുകിടന്ന് പണിയുന്നവൻ്റെ ഒക്കെ അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ആയിരിക്കും. ചാനൽ ചാവേറുകളെ നിർത്തിപ്പൊരിച്ചും കോൺഗ്രസിനു വേണ്ടി മാത്രം നിത്യവും രാഷ്ട്രീയം പറഞ്ഞും തെരുവിൽ തല്ലുവാങ്ങിയും ജയിലിൽ പോയും യൂത്ത് കോൺഗ്രസിനെ ഉണർത്തി ചത്തുകിടന്ന കോൺഗ്രസിന് അല്പം ജീവൻ നൽകി നടന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ പെണ്ണുകേസിൽ ആരോപണ വിധേയനായതോടെ അവൻ്റെ തലയിലും തോളിലും കയറി നിരങ്ങുകയാണ് സ്വന്തം പാർട്ടിക്കാർ. ഇതാണ് പറയുന്നത്, തൊണ്ടക്കുഴിയുടെ സകല ശക്തിയുമെടുത്ത് സ്വന്തം പ്രസ്ഥാനത്തെ ന്യായീകരിക്കാനും മറ്റുള്ളവൻ്റെ ശത്രുത നേരിടാനും പോകുന്നവർ ആപത്തുകാലത്ത് സംരക്ഷിക്കാൻ ആരുമുണ്ടാകില്ലെന്ന് ഓർക്കണം. പുറത്താക്കിയ ഒരാളെപ്പറ്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല. അയാൾക്കെതിരെ പരാതിയുള്ള ആർക്കും പോലീസിനെ സമീപിക്കാം. ഞങ്ങൾക്കയാളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയേണ്ടവരാണ് നിത്യം ഓരോ അഭിപ്രായവും കാച്ചി പാർട്ടിയെ നാറ്റിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. അല്ലയോ കോൺഗ്രസ്സുകാരന്മാരെ, പിണറായി ഭരിച്ചാലും സതീശൻ ഭരിച്ചാലും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു മാങ്ങാത്തൊലിയും നാളെ ഉണ്ടാകാൻ പോകുന്നില്ല. അഴിഞ്ഞു മാറാടിയും പരസ്പരം പല്ലിട കുത്തി മണപ്പിച്ചും മലർന്നു കിടന്ന് തുപ്പിയും നടക്കുന്ന കോൺഗ്രസ്സുകാരൻ നാളെ ഭരണത്തിൽ വന്നാലും ഇതുതന്നെയാകും ഗതി. ഞങ്ങൾക്ക് പിണറായി വിജയൻ്റെ അടിമയായി കഴിയാനാണ് യോഗം. നേതാക്കൾ കട്ടാലും മോട്ടിച്ചാലും പാർട്ടിക്കാർ പെണ്ണു പിടിച്ചാലും കൊന്നാലും നോക്കൂ, ഞങ്ങൾ എത്ര അച്ചടക്കമുള്ളവരാണ്. ഏതെങ്കിലും ഒരു സഖാവോ അമ്മായി സഖാത്തിയോ പറഞ്ഞിട്ടുണ്ടോ അവരുടെ നേതാക്കൾ ആരെങ്കിലും പിഴച്ചവരാണെന്ന്? ആരോമലാണ് അവർക്ക് ശശിമാരും മുകേഷും കടകംപള്ളിയും.
അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികാസക്തികൾ ഒരു ബയോളജിക്കൽ നെസസിറ്റി മാത്രമാണ്. സ്വന്തം പാർട്ടിയിലെ മറ്റവൻ പെണ്ണ് പിടിച്ച കഥ പറഞ്ഞ് ഏതെങ്കിലും സഖാവ് പൊതുമധ്യത്തിൽ നിന്ന് വെല്ലുവിളിച്ചത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അഥവാ അങ്ങനെ വെല്ലുവിളിച്ചാൽ അവൻ്റെ ഗതി എന്താകും? ഇവിടെ ഉണ്ണിത്താൻ പറയുന്നു, ഞാൻ ചിലതൊക്കെ അങ്ങ് തുറന്നു പറയും, അത് താങ്ങില്ല എന്ന്. തീവ്രതയളക്കുന്ന ഒടിഞ്ഞ കോലുമായി ഇറങ്ങിയ അമ്മായി സഖാത്തിമാർ 3-ൽ കൂടുതൽ അടയാളപ്പെടുത്തിയ ഏതെങ്കിലും ഒരു പീഡനം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവരുടെ പാർട്ടിയിൽ? അല്ലയോ കോൺഗ്രസേ, അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തോറ്റ് തുന്നം പാടിയ ശേഷം പിന്നെ പറഞ്ഞു നടക്കരുത് രാഹുലിൻ്റെ ഗർഭമാണ് ഞങ്ങളെ ചതിച്ചതെന്ന്. അക്കരെ നിന്നവൻ തോണി മുക്കിയെന്ന് പറയും പോലെ ഒരാഭാസമാണത്.